AC Learning, powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ, നമ്മുടെ അടുത്ത മലയാളം പാഠം തുടങ്ങാം. പാഠം 8, പെയ്യട്ടങ്ങനെ പെയ്യട്ടെ. അത് കേൾക്കുമ്പോൾ തന്നെ മക്കൾക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി കാണും. എന്തിനെ കുറിച്ചാ? ഇനി മനസ്സിലാവാത്തവർക്കായി ടീച്ചർ ഒരു പാട്ട് പാടാം. മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു. മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു. മലയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ. മലയുടെ മുകളിൽ തങ്ങാതെ, മാളിക മുകളിൽ തങ്ങാതെ. മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു. മഴ 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 വന്നു, മിഴികൾക്കുത്സവമായി വന്നു. മഴ 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 വന്നു, മിഴികൾക്കുത്സവമായി വന്നു. എല്ലാവരും പാട്ട് കേട്ടില്ലേ? ഇപ്പോൾ ടീച്ചറുടെ മക്കൾക്ക് പിടികിട്ടിക്കാണും എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന്. ആരാ പറയുക? അത് തന്നെ, മഴയെക്കുറിച്ച് അല്ലേ? നമ്മുടെ പുസ്തകത്തിലൊന്ന് നോക്കൂ. മഴയെ സ്വാഗതം ചെയ്യുന്നത്, മഴയോട് ഓടി വരാൻ പറയുന്നത് ആദ്യം ആരാണ്? ഒരു പശുവാണ് അല്ലേ? പശു ആകാശത്ത് നോക്കി കാർമേഘത്തിനോട് എന്താ പറയുന്നത്? തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ, അവിടെയും ഇവിടെയും ഒന്നും തങ്ങാതെ നീ വേഗം പെയ്താട്ടെ. നമ്മുടെ കാർമേഘം എന്താ പറയുന്നേ? പിന്നെ പെയ്യാം, നേരമായിട്ടില്ല, ഇത്തിരി കഴിഞ്ഞ് ഞാൻ വരാം എന്ന് പറഞ്ഞ് നമ്മുടെ കാർമേഘം ഒഴിഞ്ഞു മാറുകയാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പശു മഴയോട് വേഗം വരാനായി പറയുന്നത്? വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞു കാണും അല്ലേ? അതുകൊണ്ടാണ് പശു മഴയോട് വേഗം വരാനായി ആവശ്യപ്പെടുന്നത്. അടുത്ത ചിത്രം നോക്കൂ. മഴ പെയ്താട്ടെ, പേക്രോം പേക്രോം. അതാരാണ്? തവള അല്ലേ? തവളയ്ക്കും മഴ വരാനായി നല്ല ആഗ്രഹമുണ്ട്. തവളയും ചെന്ന് കാർമേഘത്തിനോട് പറയുകയാണ്, മഴ പെയ്താട്ടെ, പേക്രോം പേക്രോം. കാർമേഘം എന്ത് മറുപടിയാ പറഞ്ഞത്? പിന്നെ പെയ്യാം, നേരമായിട്ടില്ലെന്നേ, പിന്നെ വരാം എന്ന് കാർമേഘം പറഞ്ഞു. അപ്പോൾ നമ്മുടെ പശുവും തവളയും സങ്കടത്തിലിരിക്കുകയാണ്. അടുത്തതാരാ കാർമേഘത്തിനടുത്തേക്ക് വരുന്നത്? നോക്കൂ. അടുത്തതായി കാർമേഘത്തിനടുത്ത് വന്ന് മഴ പെയ്യിക്കാൻ ആവശ്യപ്പെടുന്നതാരാ? വയസ്സായ ഒരു അപ്പാപ്പനാണ് അല്ലേ? എന്താ പറയുന്നേ? ചൂടെടുത്തിട്ട് വയ്യ മേഘമേ, വേഗം മഴ കൊണ്ടുവാ. എന്താ പറയണേ കാർമേഘത്തിനോട്? അയ്യോ, ഉഷ്ണിച്ച് ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ, നീ പോയി വേഗം മഴയെ കൊണ്ടുപോവാ. നമ്മുടെ കാർമേഘം എന്തു പറഞ്ഞു? പിന്നെ പെയ്യാം, നേരമായില്ലെന്നേ, പിന്നെ വരാം. കാർമേഘത്തിനെല്ലാം ഒരു തമാശയാ അല്ലേ? ഇനി അടുത്ത ആളാരാണ്? നോക്കൂ. കൊക്ക് അല്ലേ? കൊക്കിനും പക്ഷികൾക്കൊക്കെ എന്ത് വേണം? വെള്ളം വേണം. കൊക്കെന്താ പറയുന്നേ?
എങ്ങും തുള്ളി വെള്ളമില്ല. മേഘമേ, മഴയെ കൊണ്ടുവാ. കൊക്ക് വളരെ സങ്കടത്തോടെ പറയുകയാണ്, എങ്ങും ഒരു തുള്ളി വെള്ളം പോലുമില്ല. മേഘമേ, നീ പോയി വേഗം മഴയെ കൊണ്ടുവാ. കാർമേഘം ചിരിച്ചുകൊണ്ട് എന്തു മറുപടി പറഞ്ഞു? ഓ, പിന്നെ പെയ്യാം. അതുപോലെ തന്നെ പക്ഷികളും സസ്യങ്ങളും എല്ലാം കാർമേഘത്തിനോട് പറഞ്ഞത് എന്താണ്? ഒന്ന് വേഗം പെയ്യേ, ഞങ്ങൾ ഉണങ്ങിപ്പോകുന്നേ. എല്ലാ സസ്യങ്ങളും കൂടി ഒരുമിച്ച് കാർമേഘത്തിനോട് പറയാണ്, ഒന്ന് വേഗം പെയ്തേ, ഞങ്ങളെല്ലാം ഇപ്പോൾ ഉണങ്ങിക്കരിഞ്ഞു പോകും. കാർമേഘം വീണ്ടും എന്താ പറഞ്ഞത്? ഓ, പിന്നെ പെയ്യാം. അടുത്തതായി ആരെത്തി? നോക്കൂ മക്കളെ, ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു. മഴ എവിടെ മേഘമേ? ആരായിരിക്കും പറഞ്ഞിരിക്കുക? പുഴയാവും അല്ലേ? പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കെല്ലാം നിന്നുപോയി. കാരണം ചൂടുകൊണ്ട് വെള്ളമെല്ലാം വറ്റിപ്പോയി. മഴ വേഗം ഒന്ന് പെയ്താട്ടെ. കാർമേഘം എന്തു പറഞ്ഞു? ഓ, പിന്നെ പെയ്യാം. കാർമേഘം എല്ലാവരോടും ഒരേ ഉത്തരമാണ് കൊടുക്കുന്നത് അല്ലേ? എന്താ പറയുന്നത്? ഓ, പിന്നെ പെയ്യാം. പക്ഷേ അവസാനം എന്തുണ്ടായി? കുഞ്ഞു മക്കളുടെ പോലെയുള്ള കൊച്ചു കൊച്ചു പിള്ളേര് വടിയും കോലും കുന്തവുമായി എല്ലാം കാർമേഘത്തിനടുത്തങ്ങെത്തി. എന്തു പറഞ്ഞു? പെയ്യുന്നുണ്ടോ ഇല്ലയോ? നീ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായി അല്ലേ? ഓ, പിന്നെ പെയ്യാം, പിന്നെ പെയ്യാം എന്ന് പറഞ്ഞ് നീ എല്ലാവരെയും കളിയാക്കി വിടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടിലൊന്ന് ഇപ്പറിയണം, പെയ്യുന്നുണ്ടോ ഇല്ലയോ? കൊച്ചു പിള്ളേരുടെ ദേഷ്യം കണ്ടപ്പോൾ നമ്മുടെ കാർമേഘത്തിന് അല്പം പേടിയായി. കാർമേഘം എന്തു മറുപടി പറഞ്ഞു? ഇപ്പം പെയ്യാം, ഇപ്പം പെയ്യാം, പെരുമഴയെയും കൂട്ടി വേഗം പോരാം. ആഹാ, മറ്റുള്ളവരോട് പറഞ്ഞ പോലെ ഒന്നും തമാശയായി പോലും നമ്മുടെ കാർമേഘം മിണ്ടിയില്ല. കുഞ്ഞു പിള്ളേരെ കണ്ടപ്പോൾ കാർമേഘം പേടിച്ചുപോയി. നല്ല മര്യാദക്കാരനായി എന്തു പറഞ്ഞു? അയ്യോ, ഇപ്പൊ പെയ്യാം, ഇപ്പൊ പെയ്യാം, ഞാൻ വലിയ മഴയെയും കൂട്ടി വേഗം പോരാം. പെരുമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയേറിയ മഴ. ഞാൻ വലിയ ശക്തിയുള്ള മഴയെയും കൊണ്ട് ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് കാർമേഘം പിള്ളേരുടെ അടുത്ത് നിന്ന് മഴയെ കൊണ്ടുവരാനായി ഓടിപ്പോയി. മക്കളൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? താടിയുള്ള അപ്പനേ പേടിയുള്ളൂ. ബാക്കി പലരും ചോദിച്ചു അല്ലേ കാർമേഘത്തിനോട്? പശു, തവള, വയസ്സായ അപ്പൂപ്പൻ, പക്ഷികള്, ചെടികള്, പുഴ എല്ലാം കാർമേഘത്തിനോട് മഴയെ കൊണ്ടുവരാനായി പറഞ്ഞപ്പോഴൊന്നും കാർമേഘത്തിന് പേടി വന്നില്ല. പക്ഷേ കുഞ്ഞു മക്കളെ പോലെയുള്ളവരെ സമരം ചെയ്യാൻ വന്നപ്പോൾ കാർമേഘം പേടിച്ചോടി. മര്യാദക്കാരനായി എന്തു പറഞ്ഞു? ഇപ്പൊ പെയ്യാം, ഞാൻ പോയി വലിയ മഴയെയും കൊണ്ട് വരാം. കാർമേഘം വാക്കു പാലിച്ചുട്ടോ. എന്താണ്ടായേ? ഉടനെ തന്നെ പെരുമഴയെയും കൊണ്ട് വന്നു. പിള്ളേർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും പുഴയ്ക്കും തവളകൾക്കും എല്ലാവർക്കും നല്ല സന്തോഷമായി. അവരെല്ലാവരും കൂടി ആർത്തുപാടി. എന്താണ്? തക തക തൈ തക മഴ വന്നേ,
തക തക തേയ് മഴ മഴ വന്നേ, തക തക തേയ് തക 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 മഴ വന്നേ. കുഞ്ഞുമക്കളെ, മഴക്കാലത്തിൻ്റെ വരവിനെക്കുറിച്ചും മഴക്കാലം എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു കവിത കേൾക്കാം. മഴക്കാലം. തുള്ളി വരുന്നു മഴത്തുള്ളി, പറ കൊട്ടി വരുന്നു മഴക്കാലം. മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. തുള്ളി വരുന്നു മഴത്തുള്ളി, പറ കൊട്ടി വരുന്നു മഴക്കാലം. മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു. വയലൊഴുകുന്നു വഴിയൊഴുകുന്നു, കുളവും പുഴയിൽ ചേരുന്നു. വയലൊഴുകുന്നു വഴിയൊഴുകുന്നു, കുളവും പുഴയിൽ ചേരുന്നു. മണ്ണലിയുന്നു മനസ്സലിയുന്നു, പകലും ഇരുട്ടു പുതയ്ക്കുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. വയലൊഴുകുന്നു വഴിയൊഴുകുന്നു, കുളവും പുഴയിൽ ചേരുന്നു. മണ്ണലിയുന്നു മനസ്സലിയുന്നു, പകലും ഇരുട്ടു പുതയ്ക്കുന്നു. കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. അടുത്ത ദിവസത്തേക്ക് കുഞ്ഞുമക്കൾക്ക് ടീച്ചർക്ക് ഇഷ്ടമുള്ള ജോലി തരട്ടെ. എന്താണെന്നോ? മക്കൾക്ക് കിട്ടാവുന്ന അത്രയും മഴപ്പാട്ടുകൾ ശേഖരിച്ചു വരണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.